സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്ത്രീ പ്രവേശനം ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം കേരളത്തിൽ ഉയർന്നു വന്നപ്പോൾ അതിൽ നിയമപരമായ ഭരണഘടനാപരമായ നിലപാടാണ് ഇടത് പാർട്ടികൾ CPM അടക്കം സ്വീകരിച്ചത്. അതിൻ്റെ പേരിൽ BJPയിൽ നിന്നും ഏറെ പഴികേണ്ടി വന്നു. BJP അനാവശ്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വിവാദമായ സംഭവങ്ങൾക്കൊക്കെ കേരളം സാക്ഷിയായതാണ്. ഇതിലൊക്കെ കൈ നനയാതെ മീൻ പിടിച്ചത് UDFകാർ തന്നെയാണ്, കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇപ്പോഴിതാ അന്ന് സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഏറെ കനൽ ആളിക്കത്തിച്ച് വിട്ടൊരു പാർട്ടിയാണ് UDFലെ മുസ്ലിം ലീഗ്. അവരുടെ വിഷയമൊന്നുമല്ല അത്, ശബരിമലയുടെ വിഷയമാണ്, അവരുടെ ആരാധന വിഷയമല്ല. എന്നിട്ടും തങ്ങൾ മതേതര പാർട്ടിയാണ്, തങ്ങൾക്കും വേണ്ട മതേതരത്വം, സ്വാതന്ത്ര്യം, അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് UDF നടത്തിയ സ്ത്രീ പ്രവേശനത്തിനെതിരെ UDF നടത്തിയ പ്രതിഷേധങ്ങളുടെ മുൻപന്തിയിലുണ്ടായിരുന്നു ലീഗിൻ്റെ നേതാക്കൾ. എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോഴോ അതിവിടെ വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല, പള്ളികളിൽ ആരും പ്രവേശിക്കേണ്ട, സ്ത്രീകൾ വേണ്ട. ഇതാണ് ഒരു പ്രായപരിധി പോലും നിശ്ചയിക്കാതെ, ഒരു പ്രായപരിധിയുമില്ലാതെ ഒരു സ്ത്രീയെയും പള്ളിയിൽ കയറ്റരുതെന്ന് ഇപ്പോഴത്തെ ഏറ്റവും പുതുതായി വീണ്ടും ഒരു ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു ലീഗിൻ്റെ മുതിർന്ന നേതാവ്. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിച്ചുകൂടാ എന്നും വിദ്യാഭ്യാസം നേടിക്കൂടാ എന്നും ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും, എന്നാൽ ചില ആളുകൾ ഉണ്ടാക്കിയെടുത്ത ചട്ടമാണ് എന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി മുനവർ അലി ശിഹാബ് തങ്ങളുടെ 16 വയസ്സുകാരിയ മകൾ ഫാത്തിമ നർഗീസ് പരസ്യമായി പറഞ്ഞത് മുസ്ലിം സമുദായത്തെയല്ല, മുസ്ലിം ലീഗിനെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു, വിറപ്പിച്ച് കളഞ്ഞു. ഓർക്കണം, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ തുറന്ന മനസ്സിലെ കാര്യങ്ങളാണിത്. കൊച്ചിയിൽ നടന്ന മെല്ലമരമ ഹോർത്തൂസിലെ ഒരു വേദിയിലാണ് 16-കാരിയായ ഫാത്തിമ നർഗീസ് തൻ്റെ ഈ നിലപാട് വെട്ടിത്തുറന്ന് പറഞ്ഞത്. പള്ളിപ്രവേശനം വിമൺ റവല്യൂഷൻ്റെ ഭാഗമാണെന്ന് കൂടി നർഗീസ് പറഞ്ഞപ്പോൾ ലീഗിൻ്റെ കോട്ടകളെല്ലാം ഞെട്ടി വിറച്ചു. പ്രതീക്ഷിച്ചതുപോലെ അതിന് നിമിഷങ്ങൾക്കകം തന്നെ സ്വന്തം പിതാവ് മുനവറിൽ തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, മകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്. സ്വന്തം മകളുടെ മറുപടി താൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു. മകൾ പറഞ്ഞ തെറ്റാണ്. മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളോടോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ല. അവളെ ഞാൻ തള്ളിപ്പറയുന്നു എന്നാണ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. മകളാണെങ്കിലെന്ത്, മകനാണെങ്കിലെന്ത്, അച്ഛനെങ്കിലെന്ത്, അമ്മയെന്ത്, സമുദായമാണ് വലുതെന്നിവിടെ മതേതര പാർട്ടിയായ ലീഗിൻ്റെ മുനവർ അലി വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. നർഗീസ് ചോദിച്ചത് ന്യായമായ ചോദ്യമാണ്, ഏതൊരു മുസ്ലിം പെൺകുട്ടിയും ചോദിക്കാവുന്നൊരു ചോദ്യം. നർഗീസിനോട് ചോദ്യം ഇതായിരുന്നു. മക്കയിൽ കാബയിൽ സ്ത്രീകൾ പോകുകയും തൊടുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ടും ഇതൊക്കെ കണ്ടിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിക്കുന്നില്ല? ഇതായിരുന്നു നർഗീസിനോടുള്ള ആ സമ്മേളനത്തിലെ ചോദ്യം. ഇതിന് നൽകിയ മറുപടി, സ്ത്രീകൾക്ക് പള്ളികളിൽ പ്രവേശനം ഇവിടെ ആരൊക്കെയോ ചേർന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ടെന്നായിരുന്നു. അത് മാറണം. പള്ളിപ്രവേശനം വിമൺ റവല്യൂഷൻ്റെ ഭാഗമാണ്, സ്ത്രീകൾക്ക് അവിടെ പ്രവേശിച്ചുകൂടാ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സമീപഭാവിയിൽ തന്നെ അതിൽ മാറ്റമുണ്ടാകുമെന്ന് താൻ വിശ്വസിക്കുന്നതാണ് നർഗീസ് പറഞ്ഞത്. മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നർഗീസ് വളരെ വ്യക്തമായ നിലപാട് അവിടെ പ്രകടിപ്പിച്ചു. ഒരിക്കലും ഒരിടത്തും മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് വിദ്യാഭ്യാസം നിർബന്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും നർഗീസ് വളരെ വ്യക്തമായി അടിവരയിട്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് മകളുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ തന്നെ രംഗത്തെത്തിയത്. പാണക്കാട് കുടുംബത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സ്വാധീനം കടുക്കുന്നു എന്ന് സമസ്തയുടെ വിമർശനം വന്നതിൻ്റെ പിന്നാലെയാണ് നർഗീസിൻ്റെ ഈ പരാമർശവും അതിനെ മുനവർ അലി എതിർത്തത്. ഇങ്ങനെയാണ് മുനവർ അലി വ്യക്തമായി ഫേസ്ബുക്കിൽ മകളെ തള്ളിപ്പറഞ്ഞ് എഴുതിയത്. ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് 16 വയസ്സുള്ള വിദ്യാർത്ഥിനിയായ തൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടിയെ പറ്റി ആവശ്യമായ വ്യക്തത വരുത്താൻ താൻ ഇങ്ങനെ എഴുതുന്നു. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ചോദ്യം നേരിടുന്ന സാഹചര്യത്തിൽ 16-കാരിയായ തൻ്റെ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ മറുപടി ഈ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ ഒരു പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമേ മാത്രം കാണണമെന്നാണ് തൻ്റെ അഭ്യർത്ഥനയെന്ന് മുനവർ അലി ഫേസ്ബുക്കിൽ പറയുന്നു.
കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവഹിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവ് എന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്വ ബോധത്തോടെയും മകളുടെ മറുപടി താൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു. എല്ലാവർക്കും മുനവറിൽ എഴുതിയതിൻ്റെ പൊരുൾ മനസ്സിലേക്ക് കാണുമല്ലോ അത്രേ. ശബരിമലയിലാകാം, ക്രിസ്ത്യൻ പള്ളികളിലാകാം, അവിടെയൊക്കെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ഇവർ സമരമുഖത്ത് ഉണ്ടാകുമെന്ന് കപടമായി അഭിനയിച്ച് കാട്ടിത്തരും. 18 മുതൽ കേരളം കണ്ടത് അതാണ്. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആ അഭിനയം, നാടകം സ്ത്രീ പ്രവേശന വിഷയത്തിൽ. എന്നിട്ടോ ഇപ്പോഴിതാ അന്നു മുതൽ ഇന്നും, ഇക്കാലത്തും പഴയകാലത്തും ഇനി അങ്ങോട്ടുമൊക്കെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ഒരു കാരണവശാലും പ്രവേശിക്കാൻ അനുമതി നൽകില്ല എന്ന് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വീണ്ടും ഇതാ മുസ്ലിം ലീഗിൻ്റെ സമാരാധീനായ നേതാവ് മുനവർ അലി ശിഹാബ് തങ്ങൾ.